പോലത്തെ ഉള്ള വേരിയേഷൻ വരുന്നതാണ് ഈ ഒരു പോത്തോസ്. പിന്നെ ഇപ്പോൾ അപ്പൂസിൻ്റെ കയ്യിലിരിക്കുന്നത് മാർബിൾ പോത്തോസ് ഈ മാർബിൾ കേക്കിൻ്റെ പോലത്തെ വേരിയേഷൻ വരുന്ന ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ടെക്സ്ചറുള്ള ഒരു പോത്തോസാണ്. പിന്നെ ഇത് നമുക്ക് ഭയങ്കര കോമൺ ആയിട്ടുള്ള നമ്മുടെ നാടൻ എല്ലായിടത്തും കാണുന്ന കോമൺ ആയിട്ടുള്ള പോത്തോസ്. ഇതിനെ ഗോൾഡൻ പോത്തോസ് എന്ന് വിളിക്കും. ഇടയ്ക്ക് ഒരു ഗോൾഡൻ ഷെയ്ഡ് പോലത്തെ ഒരു വേരിയേഷൻ വരുന്നതാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന രണ്ടും പോത്തോസാണ്. ഇത് സാറ്റിൻ പോത്തോസ് അല്ലെങ്കിൽ സിൽവർ പോത്തോസ് എന്ന് വിളിക്കും. ഇതിനൊരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൻ്റെ ഇടയ്ക്ക് ഒരു സിൽവർ ഷെയ്ഡ് വരുന്ന രീതിയിലുള്ളൊരു വേരിയേഷൻ വരുന്നതാണ് ഈ ഒരു പോത്തോസ്. പിന്നെ ഇത് നിയോൺ പോത്തോസ്. നിയോൺ കളർ പുതിയ ലീവ്സ് വരുന്ന നല്ല ഭംഗിയുള്ള നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു പോത്തോസാണ്. ഇതിന് നിയോൺ പോത്തോസ് എന്ന് വിളിക്കും. ഇതൊക്കെയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന പോത്തോസിൻ്റെ കളക്ഷൻ. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഫിലോഡെൻഡ്രൻ ലെമൺ ലൈം എന്നാണ്. ഇത് ലെമൺ ലൈം എന്ന് വരാൻ കാരണം ലെമൺ എന്ന് പറയുന്ന ഫ്രൂട്ടിന് മഞ്ഞ കളറും ലൈമിന് പച്ച കളറുമാണ്. അപ്പോൾ ഇത് ഉണ്ടാകുന്ന വഴിയെ നല്ല നിയോൺ പോത്തോസിൻ്റെ പോലത്തെ ലെമൺ യെല്ലോ ഷെയ്ഡ് വരുന്ന ലീവ്സ് ആണ് അതിൻ്റെ ഉണ്ടാവുന്നത്. അത് മെച്ചുവർ ആയി കഴിയുമ്പോഴത്തേക്കും ലൈമിൻ്റെ കളറായ ആ ഒരു ഗ്രീൻ വരും. അപ്പോൾ ഈ രണ്ട് ഷെയ്ഡും ഉള്ളതുകൊണ്ടാണ് ലെമൺ ലൈം എന്നുള്ള പേര് വരുന്നത്. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് ഫിലോഡെൻഡ്രൻ ഗ്രീൻ ഹാർട്ട് ലീഫ് എന്ന് പറഞ്ഞൊരു ഇതാണ്. നല്ലൊരു ഹാർട്ട് ഷേപ്പിലുള്ളതും നല്ലൊരു ഷെയ്ഡ് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഗ്രീൻ കളറുമാണ് ഇതിലിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇരിക്കുന്നത് ഫിലോഡെൻഡ്രൻ മൈക്ക എന്ന് പറയും. മൈക്ക അല്ലെങ്കിൽ വെൽവെറ്റ് ലീഫ് എന്ന് പറഞ്ഞ ഈ ഒരു ചെടി നല്ലൊരു പ്രത്യേക ടെക്സ്ചർ ഉള്ള ഒരു ചെടിയാണ്. അതിനെ ഫിലോഡെൻഡ്രൻ മൈക്ക എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഉള്ളത് ഫിലോഡെൻഡ്രൻ ബ്രസീൽ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചെടിയാണ്. ഇതിന് ബ്രസീൽ എന്ന് വരാനുള്ള കാരണം ഈ രണ്ട് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിന് നടുവിൽ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ബ്രസീലിലെ ഫ്ലാഗ് പോലത്തെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു വേരിയേഷൻ, ഒരു ഫോളിയേജ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. നമ്മൾ പോത്തോസ് ഏതൊക്കെയാണെന്നും കണ്ടു, ഫിലോഡെൻഡ്രൻസ് ഏതൊക്കെയാണെന്നും കണ്ടു. പക്ഷെ ഇത് ഒരുമിച്ചിരിക്കുമ്പോൾ ഈ ചെടികളെല്ലാം ഏകദേശം ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യും. പലർക്കും ഈ ഫിലോഡെൻഡ്രൻസും പോത്തോസും തമ്മിലുള്ള ഡിഫറൻസ് അറിയില്ല. ചിലരെല്ലാം പോത്തോസ് എന്ന് വിളിക്കുന്നവരുണ്ട്. ഇതിൽ ഏതാണ് ഫിലോഡെൻഡ്രൻ ഏതാണ് പോത്തോസ് എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വരുന്നൊരു ഡിഫറൻസ് ഇപ്പോൾ ജോണിക്കുട്ടൻ നമുക്ക് പറഞ്ഞു തരും. എന്താണ് മെയിനായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് ഉണ്ട് ഇത് രണ്ടും തമ്മിൽ? ഇതിൽ മെയിനായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇത് പോത്തോസും ഇത് ഫിലോഡെൻഡ്രനും ആണ്. ഇതിന്റെ ഇലയിൽ പിടിച്ചു നോക്കുമ്പോൾ തന്നെ ഉള്ളൊരു ടെക്സ്ചറിന്റെയും ആ ഒരു ഹാർഡ്നെസ്സിനെ നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും. ഇത് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നും. പക്ഷേ ഇതിനൊരു റഫ് ഫീലോ അല്ലെങ്കിൽ ഒരു നമുക്ക് തിക്കായിട്ട് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു വ്യത്യാസമുണ്ട് ഈ രണ്ട് ഇലകൾ തമ്മിൽ, പോത്തോസും ഫിലോഡെൻഡ്രനും. ഫിലോഡെൻഡ്രൻ സോഫ്റ്റ് ആയിരിക്കും, ഇത് കുറച്ച് ഹാർഡായിരിക്കും. പിന്നെ ഉള്ള വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ വെയിൻസ്, ഇതിൻ്റെ ഈ പുറകിൽ കാണുന്നത് ഈ ഒരു വെയിൻസ് നല്ലപോലെ മനസ്സിലാക്കാം, നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത് എല്ലാ പോത്തോസിനും നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇത് ഒന്നും കൂടി ഇങ്ങനെ പറയണ്ടേ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് അങ്ങനെ അത്ര എവിഡൻ്റ് അല്ലാത്ത വെയിൻസ് ആണ്. അപ്പോൾ വെയിൻസ് ഉണ്ടെന്ന് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല. അപ്പം അതാണ് വേറൊരു വ്യത്യാസം പോത്തോസും ഫിലോഡെൻഡ്രനും തമ്മിൽ. പിന്നെ വരുന്ന വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇലയിൽ ഈ വരുന്ന ഒരു ഷൂട്ടിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ വരുന്ന ഇല. അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും ഈ ഒരു ഫ്ലോവിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കും. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ ഒരു ഫ്ലോയിൽ നിന്ന് ഒരു ബെൻഡ് വന്ന് പുതിയൊരു ലീഫ്, അല്ലെങ്കിൽ പുതിയ ലീഫ് ഇൻ ദ സെൻസ് വേറൊരു ആംഗിളിൽ ആ ലീഫ് ഫോളോ ചെയ്യും. അപ്പോൾ ഈ വളർന്നു വരുന്നതിന് ഇങ്ങനെ താഴത്തേട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ഫോർമാറ്റാണ് ഈ ഫിലോഡെൻഡ്രനിന് കാണുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് ഇതിൻ്റെ റൂട്ട് കാണുമ്പോഴത്തേക്കുള്ളൊരു വ്യത്യാസമാണ്. അതായത് ഈ ഏറിയ ആയിട്ട് വരുന്ന റൂട്ടാണല്ലോ ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ റൂട്ട് ഒന്നുകൂടിയും സ്ട്രെയിറ്റും ഒന്നോ രണ്ടോ റൂട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പോത്തോസിനുള്ളത്. ഫിലോഡെൻഡ്രന് പക്ഷേ 2-3 റൂട്ട് അതും ഭയങ്കര വിഗ്രസ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. കാരണം കുറച്ച് നീളവും കാണും, അതിനോടൊപ്പം തന്നെ ഒരു വല്ലാത്തൊരു പോക്കായിരിക്കും, ഒരു വിഗ്രസ് പോക്കായിരിക്കും. ഇതൊക്കെയാണ് നമുക്ക് ഒരു ഫിലോഡെൻഡ്രനും ഒരു പോത്തോസും തമ്മിൽ വ്യത്യാസം എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഫാക്ടേഴ്സ്. അടുത്തൊരു പ്രധാന വ്യത്യാസം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് ഇലകൾ തമ്മിലുള്ള ഒരു ഇന്റർനോഡ്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഫിലോഡെൻഡ്രോണിൽ കൂടുതലായിരിക്കും. അതേസമയം നമ്മൾ പോത്തോസ് എടുക്കുകയാണെങ്കിൽ രണ്ട് ഇലകൾ തമ്മിലുള്ള ആ ഒരു ലെങ്ത് എപ്പോഴും വളരെ കുറവായിരിക്കും, ചെറുതായിരിക്കും. ഇത് രണ്ടുകൂടെ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഇത്രയും ലെങ്ത് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു നോഡ് ഇല വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ രണ്ടും അടുത്തടുത്താണ് വന്നിരിക്കുന്നത്. ഇതാണ് വേറൊരു പ്രധാനപ്പെട്ട ഡിഫറൻസ്.
അടുത്ത ഡിഫറൻസ്, ഫിലോഡെൻഡ്രൻസിന്റെ ഇലയുടെ ടിപ്പ് നല്ലപോലെ കൂർത്ത് ഇതുപോലെ നീളത്തിലായിരിക്കും വരുന്നത്, അതിന്റെ ആ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പോത്തോസ് എടുത്ത് നോക്കുമ്പം ആ ടിപ്പ് കൂർത്തതാണെങ്കിലും അത്രയും ഒരു ലെങ്ത് ആ ഭാഗത്ത് വരത്തില്ല. ഇത് രണ്ട് ഇലയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഫിലോഡെൻഡ്രൺ ആണ്, ഇത് പോത്തോസ് ആണ്. അപ്പോൾ ഇതിന്റെ ഇലയുടെ ടിപ്പ് ഇത്രയും നീളത്തിലുള്ള ഒരു മുനയാണ് വന്നിരിക്കുന്നത്. പക്ഷെ പോത്തോസിന്റെ ഇല നോക്കുമ്പോൾ അത്രയും നീളത്തിന് ആ ഒരു മുന അവിടെ വരുന്നില്ല. ഇപ്പം ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു ഫിലോഡെൻഡ്രൻ ആണ്. ഇതിന്റെ പുതിയൊരു ഇല വന്നു കഴിയുമ്പോൾ ആ ഇലയ്ക്കൊരു കോട്ടിങ് അല്ലെങ്കിൽ ഒരു ചെറിയ കവറിങ് ഉണ്ടായിരിക്കും. ആ കവറിങ് നമ്മുടെ ഈ നോട്ട്സിൽ തന്നെ റിമെയിൻ ചെയ്യും. ഇത് നോക്കിയാൽ അറിയാം, 1, 2, 3, 4, 5 നോട്ട്സ് ഇതിന്റെ ഈ ഭാഗത്തെല്ലാം ഉണ്ട്. പക്ഷേ പോത്തോസിന് പുതിയ ഇല വരുമ്പോഴത്തേനും ഉള്ള ആ ഒരു കോട്ടിങ് എന്ന് പറയുന്നത് ആ ഇല വന്നു കഴിയുമ്പോഴത്തേനും പൊഴിഞ്ഞു പോകും. കണ്ടില്ലേ, ഇതിന് ഒരു കോട്ടിങ്ങും അതിൻ്റെ ഒരു നോട്ട്സിലില്ല. പക്ഷേ ഈ ഫിലോഡെൻഡ്രന് നമുക്ക് അതിൻ്റെ കോട്ടിങ്ങുകൾ അതിൻ്റെ നോട്ട്സിൽ തന്നെ കാണാൻ പറ്റും. കുറച്ച് നാളത്തേക്ക് അത് അവിടെ തന്നെ ഇങ്ങനെ റിമെയിൻ ചെയ്യും. പിന്നെ ഒരു ഡിഫറൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, ഈ ഫിലോഡെൻഡ്രൻസിന്റെ പുതിയ നാമ്പ് അല്ലെങ്കിൽ പുതിയ ലീഫ് വരുന്നതിൻ്റെ അവിടെ ഒരു മെറൂൺ റെഡ് കളറൊക്കെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു ഫിലോഡെൻഡ്രൻ ആണ്. അതിൻ്റെ ഇല പുതിയ ഇല വന്നിരിക്കുന്ന ഒരു മെറൂൺ കളറാണ്. ഇതും ഒരു ഫിലോഡെൻഡ്രൻ ആണ്, അതിൻ്റെ ഇലയും പുതിയത് വന്നിരിക്കുന്ന ഒരു മെറൂൺ കളറാണ്. അതേസമയം ഇതൊരു പോത്തോസ് ആണ്, ഇത് സാറ്റിൻ പോത്തോസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ സാറ്റിൻ പോത്തോസിന്റെ പുതിയ ഇല വന്നിരിക്കുന്നതിന് ഗ്രീൻ കളറിൽ തന്നെയാണ് അതിൻ്റെ പുതിയ ഇലയും നാമ്പും ഒക്കെ വരുന്നത്. അതാണ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഡിഫറൻസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. കൂടാതെ എൻ്റെ ചെടികൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും കൂടുതൽ ചെടികളെ പറ്റിയും ബാക്കിയുള്ള വിശേഷങ്ങളും കാണാൻ വേണ്ടി മലയാളി യാത്രകൾ എന്ന ചാനൽ എല്ലാവരും കാണും.